അതും കുറേ പേര് വീടിന്റെ പുറത്തേക്ക് പോലും ഇറങ്ങാൻ മടിച്ചിരിക്കായിരുന്നു ഈ ഒരു ഇഷ്യൂ കാരണം. തുടക്കത്തിൽ 7 കിലോ ചക്കിലാട്ടിയ വെളിച്ചെണ്ണയിലാണ് നമ്മൾ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തിരുന്നത്. ഇപ്പോൾ 100 കിലോ വെളിച്ചെണ്ണയിൽ ചക്കിലാട്ടിയ വെളിച്ചെണ്ണയിൽ ആഴ്ചയിൽ 2 വട്ടം നമ്മൾ പ്രൊഡക്ഷൻ ചെയ്യുന്നുണ്ട്. ഞാൻ ഡോക്ടർ ലക്ഷ്മി, ആയുർവേദിക് ഫിസിഷ്യനാണ്. രുദ്രാക്ഷം എന്നുള്ളൊരു ബ്രാൻഡ് നമ്മൾ തുടങ്ങിയിട്ട് 1 ഇയർ ആവാൻ പോവാണ്. നമുക്ക് മെയിനായിട്ട് 2 പ്രൊഡക്ട്സ് ആണ് ഉള്ളത്. ഒന്ന് രുദ്രകാന്തി ഫേസ് ഗ്ലോ ഓയിലും രണ്ടാമത്തെ പ്രൊഡക്റ്റാണ് നമ്മളുടെ രുദ്രലാവണ്യ ഹെയർ കെയർ ഓയിൽ. നമ്മളുടെ ഓയിൽ യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫേസിലുണ്ടാവുന്ന പിഗ്മെന്റേഷനും പിന്നെ ടാൻ ഒക്കെ മാറി ഒരു ഗ്ലോ വരാനൊക്കെ നന്നായി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈ ഒരു രുദ്രാക്ഷം ബ്രാൻഡ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ തന്നെ കാരണം, ഞാൻ കൺസൾട്ടേഷൻ ഇരിക്കുമ്പോൾ കുറേ പേര് ഈ പിഗ്മെന്റേഷൻ ഇഷ്യൂ ആയിട്ട് നമ്മൾ കൺസൾട്ട് ചെയ്യാനായിട്ട് വരാറുണ്ട്. അപ്പം ഇങ്ങനെ പറയും, ഒരുപാട് നാളായിട്ട് ഇങ്ങനെ ഉള്ള പിഗ്മെന്റേഷൻ ആ മാറ്റം കിട്ടാൻ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് ചെയ്തുതരുമോ. അതും കുറേ പേര് വീടിന്റെ പുറത്തേക്ക് പോലും ഇറങ്ങാൻ മടിച്ചിരിക്കായിരുന്നു ഈ ഒരു ഇഷ്യൂ കാരണം. അപ്പോൾ അവർക്ക് ഹെൽപ്പ് ചെയ്തിട്ട് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മൾ കുറച്ച് ആയുർവേദിക് കൂട്ടുകളൊക്കെ വെച്ചിട്ട് രുദ്രകാന്തി ഓയിൽ പ്രിപ്പയർ ചെയ്തത്. ഒരു മൗത്ത് പബ്ലിസിറ്റി കൊണ്ടാണ് നമ്മളുടെ ഓയിൽ ഇത്രയും ആളുകളിലേക്ക് ശരിക്കും എത്തിപ്പെട്ടത്. രുദ്രകാന്തി ഫേസ് ഓയിൽ ഒരു മാജിക് ഓയിലായിട്ടാണ് നമ്മളുടെ കസ്റ്റമേഴ്സ് ഒക്കെ റിവ്യൂ തന്നിട്ട് ഇരിക്കുന്നത്. ഒരുപാട് നാളായിട്ട് മാറാത്ത പല പല പിഗ്മെന്റേഷൻ ഇഷ്യൂസും പല സ്കിൻ ഇഷ്യൂസും നമ്മളുടെ ഈ ഓയിൽ കൊണ്ട് മാറി എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഡെയിലി റിവ്യൂസുകൾ വരുന്നുണ്ട്. പിന്നെ നമ്മളുടെ രുദ്രകാന്തി ഫേസ് ഓയിൽ ഒരു സെലിബ്രിറ്റീസ് ഫേവറേറ്റ് കൂടിയാണ്. കുറേ ഫിലിം സ്റ്റാർസുകൾ നമ്മളുടെ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അവരുടെ റിവ്യൂസുകളൊക്കെ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടേ ഇരിക്കുന്നുണ്ട്. രുദ്രലാവണ്യ ഹെയർ ഓയിൽ മെയിനായിട്ട് ഹെയർ ഫോളിനൊക്കെ വേണ്ടിയിട്ടാണ്. പിന്നെ ഹെയർ നറിഷ്മെന്റ്, ഡാൻഡ്രഫ് ഇഷ്യൂസിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇത് നമുക്ക് ഇന്നൊരു ദിവസം പോകാനുള്ള ഓർഡേഴ്സുകളാണ്. അത്രയും നല്ല സേഫ് ആയിട്ടാണ് നമ്മൾ പാക്കിംഗ് ചെയ്യുന്നത്. ഉള്ളിൽ ബോട്ടിൽ ബബിൾ റാപ്പ് ഒക്കെ ചെയ്തിട്ടാണ് നമ്മൾ കസ്റ്റമേഴ്സിന് പാക്ക് ചെയ്തിട്ടാണ് എത്തിക്കുന്നത്. നമുക്ക് ഡെയിലി ഒരു 100+ ഓർഡേഴ്സുകൾ പോയിട്ടേ ഇരിക്കുന്നുണ്ട്. നമ്മൾ ആയുർവേദ കൂട്ടുകൾ വെച്ചിട്ടാണ് രുദ്രകാന്തി ഓയിലും രുദ്രലാവണ്യ ഹെയർ ഓയിലും പ്രിപ്പയർ ചെയ്യുന്നത്. ഇത് രുദ്രകാന്തി ഓയിലാണ് നമ്മളിപ്പോൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഒരു 7-8 മണിക്കൂറിൻ്റെ പ്രോസസ്സാണ് നമ്മുടെ ഓയിൽ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ. നിങ്ങൾക്ക് നമ്മളുടെ പ്രൊഡക്റ്റ് ഓർഡർ ചെയ്യാനായിട്ട് 2 നമ്പേഴ്സ് ഉണ്ട്. കോൾ ത്രൂ ഓർഡറുകൾ എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ വെബ്സൈറ്റ് ലിങ്കും ഉണ്ട്. അതുവഴി നമ്മൾ ഓർഡറുകൾ എടുക്കുന്നുണ്ട്. പിന്നെ നമ്മളുടെ പേജ് ആയിട്ടുള്ള രുദ്രാക്ഷം ഉണ്ട് ഇൻസ്റ്റയിൽ. അതുവഴി നിങ്ങൾ മെസ്സേജ് അയച്ചാൽ നമ്മൾ പ്രൊഡക്റ്റ് എത്തിച്ചു തരുന്നതാണ്. നമ്മളുടെ പ്രൊഡക്ഷൻ യൂണിറ്റ് വരുന്നത് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലെ കോണത്തുകുന്ന് എന്നുള്ള സ്ഥലത്താണ്. അവിടെ MSM ബിൽഡിങ്ങിലാണ് നമ്മുടെ രുദ്രാക്ഷം എന്നുള്ള പ്രൊഡക്ഷൻ യൂണിറ്റ് വരുന്നത്. കൺസൾട്ടേഷനും അവൈലബിൾ ആണ്. കുറേ പേര് നമ്മളെ കോൺടാക്ട് ചെയ്തിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ കൺസൾട്ടേഷൻ ഡീറ്റെയിൽസും ടൈമൊക്കെ അറിയാൻ പറ്റും. നമ്മളുടെ 2 പ്രൊഡക്റ്റും 100% നാച്ചുറൽ ആണ്. ലാബ് ടെസ്റ്റഡ് പ്രൊഡക്റ്റ് ആണ് നമ്മളുടെ 2 പ്രൊഡക്റ്റും. നമ്മളുടെ ഓയിൽ യൂസ് ചെയ്യേണ്ട മെത്തേഡ്, ഫേസ് ഓയിൽ നിങ്ങൾ വെയിൽ കൊള്ളുന്ന പ്രകൃതമാണെങ്കിൽ ഈവനിങ് ടൈമാണ് നമ്മൾ ഓയിൽ യൂസ് ചെയ്യാൻ പറയാറ്. കുറച്ച് ഡ്രോപ്സ് കയ്യിലെടുത്തിട്ട് ഒന്ന് കയ്യിൽ വെച്ച് റബ്ബ് ചെയ്യുക. എന്നിട്ട് ഫേസിൽ അപ്ലൈ ചെയ്ത് മസാജ് ചെയ്തിട്ട് വിടുക. ഓയിലി സ്കിന്നിന് പിമ്പിൾസ് വരുന്ന ടൈപ്പാണെന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ്സ് വെച്ചിട്ട് ഗ്രാജുവലി ടൈം കൂട്ടുക. ഡ്രൈ സ്കിന്നാണെന്നുണ്ടെങ്കിൽ ഒരു 45 മിനിറ്റ്സ് to 1 hour നിങ്ങൾക്ക് വയ്ക്കാം. ഡ്രൈ സ്കിന്നാണെന്നുണ്ടെങ്കിൽ ഫേസ് വാഷോ സോപ്പൊക്കെ വെച്ചിട്ട് വാഷ് ചെയ്ത് കളയാൻ പറ്റും. ഓയിലി സ്കിന്നിന് പിമ്പിൾസ് വരുന്ന ടൈപ്പാണെന്നുണ്ടെങ്കിൽ ചെറുപയർ പൊടി വെച്ചിട്ട് വാഷ് ചെയ്താൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. രുദ്രലാവണ്യ ഹെയർ ഓയിൽ യൂസ് ചെയ്യേണ്ട വിധം, ഒരു സ്റ്റീൽ പാത്രം ജസ്റ്റ് ഒന്ന് എടുത്ത് ചൂടാക്കുക. എന്നിട്ട് അതെടുത്തിട്ട് ഓയിൽ ഒഴിക്കുക. ഓയിൽ ചൂടാക്കണ്ട, പാത്രം ചൂടാക്കിയാൽ മതി. എന്നിട്ട് ഹെയറിലൊക്കെ സ്കാൽപ്പിലൊക്കെ അപ്ലൈ ചെയ്തിട്ട് ഒരു 10 to 15 മിനിറ്റ്സ് കഴിയുമ്പോൾ നിങ്ങൾക്ക് വാഷ് ചെയ്ത് കളയാം. ഷാമ്പു യൂസ് ചെയ്യുന്ന പ്രകൃതമാണെന്നുണ്ടെങ്കിൽ കെമിക്കൽ ഇല്ലാത്ത ആയുർവേദിക് ഷാമ്പു യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. ഒരുപാട് കസ്റ്റമേഴ്സ് യൂസ് ചെയ്തിട്ട് കുറേ പോസിറ്റീവ് റിവ്യൂസാണ് നമുക്ക് വന്നിട്ടേ ഇരിക്കുന്നത് ഡെയിലി.